നമസ്കാരം ഫ്രണ്ട്സ്, നമ്മൾ ഇന്നലെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ച് വളരെ വിശദമായി മനസ്സിലാക്കി. സോ ടുഡേ വി വിൽ ഡു സം എക്സസൈസസ് റിലേറ്റഡ് ടു പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. നമ്മൾ ഇന്നലെ കണ്ടിരുന്നു പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഫോർമാറ്റ്. ഇറ്റ് ഈസ് സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing. നമുക്കറിയാം ഹാസ് ഉപയോഗിക്കേണ്ടത് ഹി, ഷീ ഓർ ഇറ്റ്, അതുപോലെ തന്നെ സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെയുമാണ് ഹാസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എപ്പോഴാണ് ഹാവ് ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസ് വിത്ത് ഐ, യു ആൻഡ് പ്ലൂറൽസ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ ഹാസ് ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? ഹി, ഷീ, ഇറ്റ് അല്ലെങ്കിൽ സിംഗുലർ സബ്ജക്റ്റ്. അതായത് സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെ നമ്മൾ ഹാസ് ഉപയോഗിക്കും. അതുപോലെ തന്നെ പ്ലൂറൽ സബ്ജക്ട്സ് വരുമ്പോഴും ഐ, യു, വി ഇവയൊക്കെ വരുമ്പോഴും നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യുക. Now let's begin some exercises. See here, they dash working in Dubai for the past 1 year. Has been or have been? See here, they singular ആണോ പ്ലൂറൽ ആണോ? they പ്ലൂറൽ ആണല്ലേ, more than one people. അപ്പോൾ നമ്മൾ ഏതാണ് ഉപയോഗിക്കേണ്ടത്? has been or have been? Yeah, definitely it should be have been. have been ആണ് യൂസ് ചെയ്യേണ്ടത് അല്ലേ? Why? Because they is plural. So the answer should be they have been working in Dubai for the past 1 year. എന്തുകൊണ്ട് have been യൂസ് ചെയ്തത്? they എന്നുള്ളത് പ്ലൂറൽ ആയതുകൊണ്ട്, ബഹുവചനമായതുകൊണ്ട്. Let's see another example. I dash wait for you since today morning. ഞാൻ ഇന്ന് രാവിലെ മുതൽ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. എന്നെങ്ങനെ പറയാം? ഹാസ് ബീൻ വെയിറ്റിംഗ് ഓർ ഹാവ് ബീൻ വെയിറ്റിംഗ്, ഏതാണ് യൂസ് ചെയ്യേണ്ടത് ഇവിടെ? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലേ, എല്ലാം വിത്ത് പ്ലൂറൽ സബ്ജക്ട്സ് ആൻഡ് ഐ, യു. നമുക്ക് ഏത് യൂസ് ചെയ്യാൻ പാടുള്ളൂ? ഹാവ് അല്ലേ? അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്? ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു സിൻസ് ടുഡേ മോർണിംഗ്. സോ ഐ നമുക്ക് സിംഗുലറായി തോന്നുമെങ്കിലും നമ്മൾ ഗ്രാമറിൽ ഐ പ്ലൂറൽ, അതായത് ബഹുവചനമായിട്ട് മാത്രമേ പരിഗണിക്കാൻ പാടുള്ളൂ. Let's see another example. They dash playing football for a long time. Has been or have been? ഇവിടെ ഏതാണ് ഉപയോഗിക്കുക? നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടല്ലേ, they എന്നുള്ളത് പ്ലൂറൽ ആണ്. സോ they-ന്റെ കൂടെ നമ്മൾ ഹാസ് യൂസ് ചെയ്യില്ല. they എന്ന സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? have. So the answer should be they have been playing football for a long time. അവര് ഫുട്ബോള് കുറച്ച് നേരമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ they is plural. they നമ്മൾ പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, ബഹുവചനം. യെസ്, ലെറ്റ്സ് സീ another one. She dash read newspaper for the last 1 hour. അവൾ കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഹാസ് ബീൻ റീഡിംഗ് ഓർ ഹാവ് ബീൻ റീഡിംഗ്, ഏതാണ് എടുക്കുക? ഷീ ആണ് സബ്ജക്റ്റ് അല്ലേ? ഷീ ഈസ് സിംഗുലർ ഓർ പ്ലൂറൽ? ഷീ സിംഗുലർ ആണ്, ഏകവചനമാണല്ലേ, ഒരാളേ ഉള്ളൂ. സോ വിത്ത് സിംഗുലർ സബ്ജക്ട്സ് നമുക്ക് ഏതാ യൂസ് ചെയ്യാൻ പാടുള്ളൂ? ഹാസ് അല്ലേ? വി കനോട്ട് യൂസ് ഹാവ്. സോ ദ ആൻസർ ഷുഡ് ബി ഷീ ഹാസ് ബീൻ റീഡിംഗ് ന്യൂസ് പേപ്പർ ഫോർ ദ ലാസ്റ്റ് 1 hour. ലെറ്റ്സ് സീ another one. The child dash sleep for 2 hours. Has been sleeping or have been sleeping? It should be has been sleeping, right? Why? The child is a subject, so it is singular, ഏകവചനമാണ്. അതുകൊണ്ട് നമുക്ക് ഏത് യൂസ് ചെയ്യാൻ പാടുള്ളൂ? ഹാസ് അല്ലേ? സോ the answer should be the child has been sleeping for 2 hours. Let's see another one. The doctors dash operate for 2 hours. Has been operating or have been operating? Which one should be correct? So ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? The doctors എന്നുള്ളത് പ്ലൂറൽ സബ്ജക്റ്റ് ആണല്ലേ. വൈ? ദ ഡോക്ടേഴ്സ്, മോർ ദാൻ വൺ ഡോക്ടർ, ഒരു ഡോക്ടറിൽ കൂടുതലുണ്ടല്ലേ, ഡോക്ടർമാർ. അപ്പോൾ ഇതിനെ പ്ലൂറൽ ആയിട്ടാണ് എടുക്കുക. സോ എല്ലാം വിത്ത് പ്ലൂറൽ നമ്മൾ ഏതാണ് ഉപയോഗിക്കുക? ഹാസ് ഓർ ഹാവ്? ഇറ്റ് ഷുഡ് ബി ഹാവ്. സോ ദ ആൻസർ ഷുഡ് ബി ഏതായിരിക്കണം? ദ ഡോക്ടേഴ്സ് ഹാവ് ബീൻ ഓപ്പറേറ്റിംഗ് ഫോർ 2 hours. The doctors have been operating for 2 hours. Let's see another one. John dash study English for 6 months. Has been studying or have been studying?
it should be has been studying, right? Why? John എന്നുള്ളത് singular subjects ആണ്. So the answer should be John has been studying English for 6 months. John 6 മാസക്കാലമായിട്ട് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. John is singular subjects. ഏകവചനമാണ്. So let's see another one. It dash raining for 2 hours. Has been raining or have been raining? എന്താണ്? It dash raining. It dash raining for 2 hours. It has been raining, right? Why? It is singular. So we can say that it has been raining for 2 hours. കഴിഞ്ഞ 2 മണിക്കൂറായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. So it is singular. We'll see another one. David dash search for a book for a couple of hours. So has been searching or have been searching? David is singular. ഏകവചനം അല്ലേ? So along with singular subjects നമ്മൾ ഏത് യൂസ് ചെയ്യാൻ പാടുള്ളൂ? Has, not have. So the answer should be David has been searching for a book for a couple of hours. David കുറച്ച് മണിക്കൂറുകളായിട്ട് ഒരു ബുക്കിന് വേണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. David has been searching for a book for a couple of hours. Okay friends, അപ്പോൾ നിങ്ങൾക്ക് present perfect continuous tenseനെ കുറിച്ച് കുറച്ചും കൂടി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. We'll see tomorrow again with another video related to present perfect continuous tense. Thank you.